ബ്ലെസ്സിങ്സ് എവറി വൺ. ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വെൽക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ മറ്റൊരു ശിഷ്യൻ ശീമോൻ. കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിനും ശീമോൻ എന്നറിയപ്പെടുന്നു. പണ്ടത്തെ കാലത്തും ഇന്ന് നമ്മുടെ നാട്ടിൻ പുറത്തും എല്ലാം ഒരു വ്യക്തിയെ തന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, വീട്ടുപേരിൽ അറിയപ്പെടാറുണ്ട്. അവരുടെ പേരിനോടൊപ്പം വീട്ടുപേര് ചേർത്ത് അല്ലെങ്കിൽ മറ്റൊരു പേര് നമുക്ക് കാണാൻ കഴിയും. അതുപോലത്തെ ഒക്കെ ട്രഡീഷൻ നമുക്ക് അവിടെയും കാണാൻ കഴിയും. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് മിക്കവർക്കും 2 പേരെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് കാണാം. ഇദ്ദേഹത്തെയും 2 പേരിൽ അറിയപ്പെട്ടു. ഈ ശിഷ്യനെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല ബൈബിളിൽ. 2 നമുക്ക് കാണാം. ലൂക്കോസ് 6-ാം അധ്യായത്തിൽ 15-ാം വാക്യം അവിടെ എരിവുകാരനായ ശീമോൻ എന്ന് പറയുന്നു. എരിവുകാരനായ ശീമോൻ. മർക്കോസ് 3:18 നമുക്ക് കാണുന്നു കനാനിനായ ശീമോൻ. അദ്ദേഹം വന്ന സ്ഥലത്തിന്റെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു, കനാനിനായ ശീമോൻ. ഇവിടെ എരിവുകാരനായ ശീമോൻ. എരിവുകാരനായ ശീമോൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എരിവുള്ളവൻ, ഭയങ്കര സ്ട്രോങ് ആയവൻ, ഭയങ്കര വയലന്റ് ആയവൻ, ദേഷ്യമുള്ളവൻ, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ഇംഗ്ലീഷിൽ നമുക്ക് കാണാം സൈമൺ ദ സെലറ്റ്. ഈ സെലറ്റ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് നമുക്കറിയാം റോമൻസ് ആണ് ഇവരെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഈ ദേശമെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ റോമൻസിനെതിരായിട്ട് ഒരു ജൂവിഷ് നാഷണലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന്റെ പേരാണ് സെലറ്റ്. ആ ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. അതുകൊണ്ടാണ് സൈമൺ ദ സെലറ്റ് എന്നറിയപ്പെടുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടൊരു കാര്യം നമുക്ക് കാണാം ഇവിടെ. കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരാൾ റോമൻസിനെതിരെ പ്രവർത്തിക്കുന്ന ആളും ഇദ്ദേഹം, മറ്റൊരാള് റോമൻസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുമാണ്. അതാരാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വ്യക്തി റോമൻസിന് വേണ്ടി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് മത്തായി എന്നാണ്. മത്തായി ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ടാക്സ് കളക്ടർ റോമൻസിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്ത ഒരാള് റോമൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാള്, മറ്റൊരാള് റോമൻസിനെതിരായിട്ട്, അവരെ പുറത്താക്കുന്നതിന് വേണ്ടി എതിരായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി. യേശു വാസ്തവത്തിൽ ഒരു ഡിഫറെന്റ് ഐഡിയോളജിയുള്ള, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തികളെയാണ് തിരഞ്ഞെടുത്തത് നമുക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണാം. കർത്താവ് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ഒരു സീൽ കണ്ടിട്ട. ആ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു സീലില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു സീൽ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. യേശു ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷൻ അല്ല ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ഒരു ലവ് റെവല്യൂഷനാണ് യേശുവിലൂടെ ലോകം കണ്ടത്. ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷന്റെ ഭാഗമല്ല, ഒരു ലവ് റെവല്യൂഷന്റെ ഒരു ഭാഗമായി ഇദ്ദേഹവും തീർന്നതായിട്ട് നമുക്ക് പിന്നത്തേത് കാണാം. ഒരു ഡിസൈപ്പിൾഷിപ്പ് ഓൾവേസ് റിക്വയർസ് ട്രാൻസ്ഫോർമേഷൻ. ഇതുപോലെ തന്നെയായ ഒരു വ്യക്തിയായിരുന്നു പൗലോസും. പൗലോസെ ദൈവത്തിന് വേണ്ടി പലരെയും പെർസിക്യൂട്ട് ചെയ്ത്, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പെർസിക്യൂട്ട് ചെയ്യുന്നു, ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നവർ, ക്രിസ്ത്യാനികൾ ദൈവത്തിന് എതിരാകുന്നവർ അദ്ദേഹം എന്ന് വിശ്വസിച്ചിരുന്നത്. നമുക്ക് പൗലോസിന്റെ ജീവിതം അറിയാം. അതുപോലെ തന്നെ യേശു എന്ന് തൊട്ടപ്പോൾ ഇദ്ദേഹവും മാറാനിടയായി. ഡിസൈപ്പിൾഷിപ്പ് റിക്വയർസ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ഇച്ഛകളൊക്കെ കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകണം. ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് ദ റോമൻസിനെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഹി ഫോളോഡ് ദ പ്രിൻസ് ഓഫ് പീസ്, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അദ്ദേഹം ഫോളോ ചെയ്തു തൻ്റെ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മത്തായിയുടെ ജീവിതത്തിൽ നിന്നും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന യൂണിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഡിവിഷൻ. ഹല്ലേലൂയ. ഒരാൾ ടാക്സ് കളക്ടർ റോമൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഒരാൾ റോമൻസിന് എതിരായിട്ട് പ്രവർത്തിച്ച ഗ്രൂപ്പിൽ നിന്ന് തെരഞ്ഞെടുത്ത് യേശു തൻ്റെ ഗ്രൂപ്പിലാക്കി. ഗോഡ്സ് കിങ്ഡത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. വാട്ട് യുണൈറ്റ്സ് അസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വാട്ട് ഡിവൈഡ്സ് അസ്. നമുക്ക് പല ചിന്താഗതികളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൽ വരുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ യു ഹാവ് ടു യുണൈറ്റ്. നമ്മൾ ഇന്ന് പലപ്പോഴും ഓരോ ചർച്ചിൽ പല നിസാര കാര്യങ്ങളുടെ പേരിൽ വി ആർ ഡിവൈഡഡ്. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ രണ്ട് ധ്രുവത്തിൽ നിന്നവരെ കർത്താവ് യുണൈറ്റ് ചെയ്തു. ഇതായിരിക്കണം ചർച്ച്, ഇതായിരിക്കണം ഗോഡ്സ് കിങ്ഡം. നമുക്ക് പല ചിന്താഗതികളുണ്ടാവും, പല ധ്രുവത്തിൽ നിൽക്കുന്നവരാകാം, പല പ്രൊഫഷൻ, പല ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. കർത്താവിന് വേണ്ടി ഒരേ ചിന്താഗതിയിലേക്ക് യുണൈറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. കർത്താവിൻ്റെ മറ്റു ശിഷ്യന്മാരെ കുറിച്ച്
പറഞ്ഞപ്പോഴും ജെയിംസ് ദ ലെസ്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തദായി, ഇദ്ദേഹത്തെ പോലെ തന്നെയൊക്കെ ഇദ്ദേഹവും അധികം അറിയപ്പെടാത്ത ഒരു 3-4 ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ്. എന്നാലും ഒരാളെ ദൈവം മറക്കുന്നവനല്ല. കർത്താവിന് വേണ്ടി ഇദ്ദേഹവും തദായി കടന്നുപോയാലാണ്. ഇദ്ദേഹവും സൈമണും പേർഷ്യൻ രാജ്യങ്ങളിലെല്ലാം കടന്നുപോയി കർത്താവിന് വേണ്ടി നിന്നു, കർത്താവിൻ്റെ വചനവുമായി നിന്നു, കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവരെക്കുറിച്ചൊന്നും ഒത്തിരി ബൈബിളിൽ അധികം പറയുന്നില്ലെങ്കിലും അവരെല്ലാം ദൈവം ശക്തമായി ഉപയോഗിച്ചു തന്നെ നമുക്ക് വിശ്വസിക്കണം. അവരും കർത്താവിൻ്റെ നാമത്തെ പ്രതി രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ടേക്ക് അവേ, നമ്മുടെ ചർച്ചകളിൽ നിന്നില്ലാത്തൊരു കാര്യം, നിസ്സാരമായ ചില ഒരു ഡോക്ട്രൈൻസിൻ്റെ പേരിൽ എല്ലാം ചർച്ചസ് ആർ എവ്രിവെയർ ഡിവൈഡഡ്. ഇറ്റ് ഹേർട്സ് ഹോളി സ്പിരിറ്റ്. ഇത് ശരിക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. നമ്മൾ ചർച്ച് പരിശുദ്ധാത്മാവിനെ ശരിക്കും വേദനിപ്പിക്കുന്നു. നമുക്ക് പല ചിന്താഗതികളൊക്കെ ശരിയാണ്, പക്ഷേ ആ ചിന്താഗതികളൊക്കെ തന്നെ കർത്താവിൻ്റെ നാമത്തെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി, കർത്താവിൻ്റെ സഭയെ മറ്റുള്ളവരുടെ മുമ്പാകെ ലജ്ജിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയത്തില്ലേ? നമുക്ക് എത്രമാത്രം നിൽക്കാൻ കഴിയുമോ അത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയണം. ദൈവം ഈ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ മിനിസ്ട്രിയിലുള്ളവരും മിനിസ്ട്രിയിൽ വാച്ച് ചെയ്യുന്നവർ, യൂട്യൂബ് കാണുന്നവർ, യൂട്യൂബിൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതിൽ സൂം മീറ്റിങ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം. ടങ്സ് പ്രയർ എല്ലാ ദിവസവും നടക്കുന്നു. ഇന്ത്യൻ ടൈം 3 മണിക്ക്, US ടൈം 5:30. ആ ടൈമൊക്കെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും ചെക്ക് ചെയ്താൽ കറക്റ്റ് സമയം കൊടുത്തിട്ടുണ്ടാവും. സൂം ലിങ്ക്. ഒരു പ്രയർ റിക്വസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ബുക്ക്ലെറ്റിൻ്റെ PDF വായിക്കാൻ വേണ്ടി നമുക്ക് വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് നിങ്ങൾ വാച്ച് ചെയ്യണം. വെബ്സൈറ്റ് കയറി അത് നിങ്ങൾക്ക് റീഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അനേകർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഈ മെസ്സേജസ്, ഈ വീഡിയോ അനേകർക്ക് ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു ഓൾ.